മത്സരം നന്നാവും, ആരോഗ്യപരമായൊരു മത്സരമായിരിക്കും. ആ മത്സരത്തിൽ കൂടെ അമ്മയുടെ സമ്പത്ത് ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്തു സൂക്ഷിച്ച് അത് എത്തേണ്ടവരിൽ തന്നെ കൃത്യമായി എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ അൻസിബ ഒരു പരാതി താങ്കൾക്കെതിരെ പോലീസിൽ നൽകി എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. താങ്കൾ അധിക്ഷേപകരമായി പെരുമാറി. എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതൊന്നുമില്ല, ഇതൊക്കെ ഇലക്ഷൻ അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു രസമൊക്കെ വേണ്ടേ? വെറുതെ നമ്മൾ ബലം പിടിച്ചു തന്നാൽ മാത്രം മതിയോ? ഇത് ഇലക്ഷനാകുമ്പോൾ ഒരു രസമൊക്കെ വേണം. ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല. ഒരാളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരാളെയും മോശമായി കാര്യം I+U+ എന്ന് മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ. കേമനാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും കേമന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. പിന്മാറുന്നവർക്ക് പിന്മാറാം, മത്സരിക്കേണ്ടവർക്ക് മത്സരിക്കാം. നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ സത്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പിന്മാറ്റം തോന്നുന്നത്? എനിക്കറിയില്ല, വ്യക്തിപരമായിരിക്കും അദ്ദേഹത്തിൻ്റെ. പക്ഷെ നമ്മൾ എന്താ പറയുക, ആരോപണങ്ങളല്ല ഉന്നയിച്ച് എൻ്റെ ചില ആശങ്കകളാണ് ഞാൻ പങ്കുവെച്ചത്. അത് അമ്മ അസോസിയേഷനിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞാനത് പങ്കുവെച്ചത്. അത് എന്താ പറയുക, അത് എനിക്കറിയില്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ആയിക്കോട്ടെ, എനിക്കും അമ്മയൊക്കെ ഉണ്ട്. അല്ല, സിൽബന്തി എന്നൊക്കെ പറഞ്ഞ സുഹൃത്ത്, അടുത്ത ആള് എന്നൊക്കെ അതിനർത്ഥമുള്ളൂ. അതൊരു കോമൺ കൊളോക്കിയൽ വേർഡാണ്. അല്ലാതെ അതിനപ്പുറത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എല്ലാം മിനിറ്റ് ഇപ്പോൾ ഈ ട്രഷററുടെ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. കുറേ എന്നെക്കാളും മൂത്തവരുണ്ടല്ലോ, കൊള്ളാവുന്നവരുണ്ടല്ലോ. ഒരു വനിത വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? 1, 2, 3, 4 എത്ര വനിത വരുമെന്നല്ല. കഴിഞ്ഞ തവണ ഈ സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. ജനറൽ ബോഡിയിലാണ് ഓഡിറ്റർ ഇല്ല, ട്രഷറർ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ട്രഷർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും? അത് ട്രഷററായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഈ എന്താ പറയുക, ധനം കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ധനപരമായ വിനിയോഗത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കും. ഇപ്പോൾ ഇന്നലെ ദേവൻ പറഞ്ഞിരുന്നു, ഇവിടെ കുറെ സാമ്പത്തിക തിരിമറികൾ നടന്നു പല അംഗങ്ങളും പരാതി പറഞ്ഞു വരുന്നപ്പോൾ ദേവൻ പറഞ്ഞത് താൻ പ്രസിഡന്റായി വരികയാണെങ്കിൽ ഇതെല്ലാം അന്വേഷിക്കുമെന്നാണ് ദേവൻ പറഞ്ഞത്. അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് എന്തായാലും ഇപ്പം പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഓഡിറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓഡിറ്റൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എന്തെങ്കിലും തിരിമറികൾ വന്നിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട എല്ലാവരും എന്തായാലും ഓഡിറ്റ് വരുമല്ലോ. അപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ അറിയിക്കും. നിങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തി ഞങ്ങൾ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.